ഹലോ എവരി വൺ, വെൽക്കം ടു റൈസ് അപ്പ് IAS. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 2026 UPSC പ്രിലിംസിന് എന്തായാലും 3-4 ദിവസമേ ഉള്ളൂ. അപ്പോൾ UPSCയിൽ ജോഗ്രഫിയിൽ ആക്ച്വലി ഒരു ചോദ്യം എല്ലാ കൊല്ലവും ചോദിക്കുന്നതാണ് മേജർ മൗണ്ടെയിൻസ് ഓഫ് ദി വേൾഡിനെ പറ്റിയിട്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കഴിഞ്ഞ കൊല്ലം ആൻഡസിനെ പറ്റി ചോദിച്ചിരുന്നു. അതിന് മുമ്പത്തെ വർഷവും മൗണ്ടെയിൻസ് ഫോൾഡ് ആണോ ബ്ലോക്ക് ആണോ എന്ന ബേസിൽ ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ സ്ഥിരമായിട്ട് UPSC ചോദിക്കുന്നത് മേജർ മൗണ്ടെയിൻസിന് മാത്രം എടുത്തുകൊണ്ടാണ്, അല്ലാതെ സ്പെസിഫിക് ആയിട്ട് ചെറിയ മൗണ്ടൻ റേഞ്ച് എടുത്തിട്ട് അങ്ങനെ ചോദിക്കാറില്ല. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഫ്യൂ ഡേയ്സിൽ ഈ മൗണ്ടെയിൻസിലെ ടോപ്പിക്സ് എന്തൊക്കെ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് റിവൈസ് ചെയ്യാൻ നോക്കാം. ഫാക്ച്വൽ കണ്ടന്റ് ആണ്, നമുക്ക് നോക്കാം. ഓക്കെ, സോ നമ്മൾ കോണ്ടന്റ് വൈസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഏറ്റവും ഫസ്റ്റ്, ഇഫ് യു ആർ ഗോയിങ് ടു സ്റ്റാർട്ട് വിത്ത് നോർത്ത് അമേരിക്ക. നോർത്ത് അമേരിക്കയിൽ നമുക്കറിയാം ദർ ആർ സെവറൽ മൗണ്ടെയിൻസ്, എസ്പെഷ്യലി ഓൺ ദി വെസ്റ്റേൺ സൈഡ് ഓഫ് നോർത്ത് അമേരിക്ക. വെസ്റ്റേൺ സൈഡിൽ ഇവിടെയായിട്ട് കാണുന്ന ഈ മൗണ്ടൻ റേഞ്ച് നമ്മൾ നോർമലി വിളിക്കുന്ന പേരാണ് ദി വെസ്റ്റേൺ കോഡിലറാസ് എന്ന് പറയുന്നത്. സോ ഈ വെസ്റ്റേൺ കോഡിലാസിലെ ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള മൗണ്ടെയിൻ റേഞ്ച് ആണ് റോക്കി മൗണ്ടെയിൻസ്. റോക്കി മൗണ്ടെയിൻസ് കൂടാതെ യു ക്യാൻ ഓൾസോ സീ കാസ്കേഡ് റേഞ്ചസ്. കാസ്കേഡ് റേഞ്ച് കൂടാതെ നോർത്തേൺ സൈഡ് നമുക്ക് അലാസ്ക റേഞ്ചസ് കാണാം. അതേപോലെ തന്നെ മക്കിൻസി മൗണ്ടെയിൻസും കാണാം. ഇതേപോലെ തന്നെ നോർത്ത് അമേരിക്കയിലെ സിഗ്നിഫിക്കൻ്റ് ആയ മറ്റൊരു മൗണ്ടെയിൻ റേഞ്ച് ടുവേർഡ്സ് ദി സൗത്ത് ഈസ്റ്റേൺ സൈഡ് ഓഫ് നോർത്ത് അമേരിക്ക ഇസ് ദി അപ്പലാച്ചിയൻ മൗണ്ടെയിൻസ്. അപ്പോൾ നോർത്ത് അമേരിക്കയിൽ നിന്ന് ഏതൊക്കെ മൗണ്ടെയിൻസിനെ പറ്റിയാണ് ബേസിക്കലി നമ്മൾ അറിഞ്ഞു വെക്കുന്നതെന്ന് വിൽ ക്വിക്ക്ലി ഗോ ത്രൂ. ഓക്കെ, സോ ഏറ്റവും ഫസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ റോക്കീസ് ആണ്. സോ ഏതൊരു മൗണ്ടനെ പറ്റി പഠിക്കുമ്പോഴും ഫസ്റ്റ് ഓഫ് ഓൾ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ആ മൗണ്ടെയിൻ എന്ത് ടൈപ്പ് ആണ്, അല്ലെങ്കിൽ ഏത് ടൈപ്പ് ക്ലാസിഫിക്കേഷനാണ് വരുന്നത്, അത് ഫോൾഡ് ആണോ ബ്ലോക്ക് ആണോ എന്നുള്ള കാര്യമാണ്. സോ ടു ബിഗിൻ വിത്ത് റോക്കീസ് എന്ന് പറഞ്ഞാൽ ഫോൾഡ് മൗണ്ടെയിൻസ് ആണ്. വെസ്റ്റേൺ ഭാഗത്ത് ആ പ്ലേറ്റ് ബൗണ്ടറിയിൽ തന്നെ വരുന്നത് ഫോൾഡ് മൗണ്ടെയിൻസ് ആണ്. ഏതൊക്കെ രാജ്യങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട് നമുക്കറിയാം. നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ കംപ്ലീറ്റ്ലി റൺ ചെയ്യുന്നുണ്ട് നോർത്ത് അമേരിക്കയുടെ. അപ്പോൾ കാനഡ, USA, മെക്സിക്കോ എന്നുള്ള 3 രാജ്യത്തോടെ റൺ ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ് റോക്കീസിന്റെ മേജർ പീക്സ്? മൗണ്ട് എൽബർട്ട്, മൗണ്ട് റോബ്സൺ, പൈക്സ് പീക്ക്. ഇതെല്ലാം പഠിക്കേണ്ട. മൗണ്ട് എൽബർട്ട് മാത്രമേ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് വരുന്നുള്ളൂ. റോക്കി മൗണ്ടിന്റെ ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഷാർപ്പ് പീക്സ് ആണ്, അതായത് വളരെ പോയിന്റഡ് പീക്സ് ആണ്, ഹൈ പ്ലാറ്റ്യൂസ് ആണ്, ആൻഡ് ദർ ആർ മെനി ഇന്റർമൗണ്ടെയിൻ ബേസിൻസ്. ഇന്റർമൗണ്ടെയിൻ ബേസിൻസ് എന്ന് പറഞ്ഞാൽ എന്താ? മൗണ്ടെയിൻസിന് നടുക്ക് കിടക്കുന്ന ബേസിൻസ്. ആൻഡ് നോർത്ത് അമേരിക്കയിലെ സിഗ്നിഫിക്കൻ്റ് ആയ ധാരാളം റിവേഴ്സ് ഒറിജിനേറ്റ് ചെയ്ത റോക്കീസ് എന്നാണ്. ഏതൊക്കെ റിവേഴ്സ് ആണുള്ളത്? കൊളറാഡോ റിവർ ഉണ്ട്, കൊളംബിയ റിവർ ഉണ്ട്, മിസോറി ആൻഡ് റിയോ ഗ്രാൻഡെ. ആ റിവേഴ്സിന്റെ പേരുകൾ ഓർത്ത് വെച്ചേക്കാം: കൊളറാഡോ, കൊളംബിയ, മിസോറി ആൻഡ് റിയോ ഗ്രാൻഡെ. ആൻഡ് നോർത്ത് അമേരിക്കയിലെ റോക്കീസ് നോക്കിക്കഴിഞ്ഞാൽ റോക്കീസിന്റെ സിഗ്നിഫിക്കൻസ് ആയി വരുന്ന മറ്റൊരു കാര്യം അവരുടെ എക്കണോമിക് പൊട്ടൻഷ്യൽ ആണ്. എക്കണോമിക് പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ ദിസ് റീജിയൻ ഈസ് ഹാവിംഗ് ലോട്ട് ഓഫ് മിനറൽ റിസോഴ്സസ് വിച്ച് ഇൻക്ലൂഡ് ഗോൾഡ്, സിൽവർ, കോപ്പർ ആൻഡ് കോൾ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ബേസിക്കലി റോക്കി മൗണ്ടൻസ് വരെ ഓർത്ത് വെച്ചേക്കാം. പിന്നെ റോക്കീസിൽ മറ്റൊരു സിഗ്നിഫിക്കൻറ്റ് ജോഗ്രഫിയിൽ പറയുകയാണെങ്കിൽ വി ഹാവ് ദി പ്രസൻസ് ഓഫ് എ സിഗ്നിഫിക്കൻറ്റ് ലോക്കൽ വിൻഡ് ഇൻ ദി റോക്കീസ്. അതിന്റെ പേരാണ് ചിനൂക്ക്. ചിനൂക്ക് എന്ന് പറഞ്ഞൊരു വാം വിൻഡ് ആണെന്നുള്ള കാര്യവും നിങ്ങൾക്ക് അറിയായിരിക്കും. ഇനി സൗത്ത് അമേരിക്കയിൽ രണ്ടാമത് വരുന്നതാണ് കാസ്കേഡ് റേഞ്ചസ്. കാസ്കേഡ് റേഞ്ചസ് നമ്മൾ നേരത്തെ ഇവിടെ ലൊക്കേറ്റ് ചെയ്തതാണ്. ഓൾമോസ്റ്റ് നോർത്ത് റോക്കീസിന് തന്നെ വെസ്റ്റിലായിട്ട് കിടക്കുന്നതാണ് കാസ്കേഡ് റേഞ്ചസ്. സോ കാസ്കേഡ് റേഞ്ച് നോക്കിക്കഴിഞ്ഞാൽ യു ക്യാൻ സീ ഇറ്റ്സ് എക്സ്റ്റെൻഡിങ് ഓവർ 2 കൺട്രീസ് ഓൺലി. ഏതൊക്കെയാണ്? കാനഡ, US. അവിടുത്തെ ഇമ്പോർട്ടൻറ്റ് പീക്സ് നോക്കുകയാണെങ്കിൽ മൗണ്ട് റെയ്നർ, മൗണ്ട് സെയിന്റ് ഹെലൻസ്. മൗണ്ട് സെയിന്റ് ഹെലൻസ് സിഗ്നിഫിക്കൻ്റ് ആണ്, കാരണം മൗണ്ട് സെയിന്റ് ഹെലൻസ് നിങ്ങൾക്കറിയാം ഒരു ഡോർമൻ വോൾക്കാനോന്റെ പേരാണ്. സോ കാസ്കേഡ് റേഞ്ചസ് എന്ത് ഒറിജിനാണ്? വോൾക്കാനിക് ഒറിജിനാണ്, വോൾക്കാനിക് മൗണ്ടൻസ് ആണെന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. ഇനി ഇവിടുത്തെ മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ടോൾ പീക്സ് ആണ്, അതുകൊണ്ട് സ്നോ കവേർഡ് ആണ്. ലാവ പ്ലാറ്റ്യൂസ്, വോൾക്കാനിക് ആയതുകൊണ്ട് ലാവ പ്ലാറ്റ്യൂസും വോൾക്കാനിക് കോൺസും കാണാൻ പറ്റും. ദർ ആർ ലോട്ട് ഓഫ് ആക്റ്റീവ് ആൻഡ് ഡോർമൻ വോൾക്കാനോസ്. ഇവിടെ നിന്നുള്ള ഇമ്പോർട്ടൻറ്റ് റിവേഴ്സ്, പേരുകൾ സിഗ്നിഫിക്കൻ്റ് അല്ല, ന്യൂസിലൊന്നും വരാത്ത റിവേഴ്സ് ആണ്. സ്കാഗിൻ, ന്യൂക്സാക് പോലുള്ള റിവേഴ്സ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. ആൻഡ് ദ എക്കണോമിക് പൊട്ടൻഷ്യൽ ഓഫ് ദിസ് റീജിയൻ ഇൻക്ലൂഡ് ഫോറസ്ട്രി, ടൂറിസം, ഹൈഡ്രോ ഇലക്ട്രിസിറ്റി. ഇനി സൗത്ത് അമേരിക്കയിൽ നെക്സ്റ്റ് വരുന്ന അപ്പലാച്ചിയൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ റോക്കീസ് പോലെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പലാച്ചിയൻ മൗണ്ടെയിൻസ്. അപ്പലാച്ചിയൻ മൗണ്ടെയിൻസ് ആർ ഫോൾഡ് മൗണ്ടെയിൻസ്, ബട്ട് ദേ ആർ വെരി ഓൾഡ് ഫോൾഡ് മൗണ്ടെയിൻസ്. വളരെ പഴക്കം ചെന്ന ഫോൾഡ് മൗണ്ടെയിൻസ് ആണ് സൗത്ത് ഈസ്റ്റേൺ സൈഡിൽ കിടക്കുന്നത്. കാനഡ, US പോലെ 2 രാജ്യങ്ങളിലാണ് അത് എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നത്. മൗണ്ട് മിച്ചൽ, മൗണ്ട് വാഷിംഗ്ടൺ, ഇത് രണ്ടുമാണ് ഇമ്പോർട്ടൻ്റ് ആയ മൗണ്ടെയിൻസ്. ഓൾഡ് ഫോൾഡ് മൗണ്ടൻസ് ആയതുകൊണ്ട് തന്നെ വർഷങ്ങളായി ഉണ്ടായിട്ട്, അപ്പോൾ വർഷങ്ങളായിട്ട് ഉണ്ടാകുമ്പോൾ വാട്ടർ ഇറോഷനും അല്ലെങ്കിൽ വിൻഡ് ഇറോഷനും വഴി ഭയങ്കരമായിട്ട് ഇറോഷൻ സംഭവിച്ചിട്ട് എലവേഷൻ കുറഞ്ഞു കിടക്കാനുള്ള സാധ്യത. സോ ദേ ആർ ഹാവിംഗ് ലോ എലവേഷൻ. പ്രായം ചെല്ലുന്തോറും എലവേഷൻ കുറയാനുള്ള സാധ്യതയുണ്ട്, ബിക്കോസ് ദേ ആർ ഗെറ്റിംഗ് ഇറോഡഡ്. ഓഹിയോ, ടെനസി ആൻഡ് ന്യൂ റിവർ ആണ് ഇവിടെ ഒറിജിനേറ്റ് ചെയ്യുന്നത്, നോൺ ഫോർ കോൾ, അയൺ, നാച്ചുറൽ ഗ്യാസ് ആൻഡ് അതർ ഇൻഡസ്ട്രീസ്.
സിമിലർലി നോർത്ത് അമേരിക്കയിൽ തന്നെ മറ്റൊന്ന് സിറാ നവേദയെ എടുത്തു പറയാൻ കാരണം നോർത്ത് അമേരിക്കയിലെ സിഗ്നിഫിക്കൻ്റ് ആയ ബ്ലോക്ക് മൗണ്ടെയിൻസ് ആണ്. അപ്പോൾ മൗണ്ടെയിൻസ് പഠിക്കുമ്പോൾ ഫോൾഡ് അല്ലാത്ത ആൾക്കാരെ ഒന്ന് കൃത്യമായി നോക്കി വെച്ചേക്കാം. ബാക്കിയൊക്കെ ഫോൾഡ് മൗണ്ടെയിൻസ്, ഫോൾഡ് അല്ലാത്ത ബ്ലോക്ക് ഏത് വോൾക്കനിക് ഏതാ നോക്കി വെച്ചേക്കാം. സിറാ നവേദ ബ്ലോക്ക് മൗണ്ടെയിൻസ് USA ഇമ്പോർട്ടന്റ് പീക്ക് നോക്കിയാൽ മൗണ്ട് വൈറ്റ്നി ആൻഡ് മൗണ്ട് വില്യംസൺ ആണ് ഇമ്പോർട്ടന്റ് പീക്ക്. മൗണ്ട് വൈറ്റ്നി മാത്രം നോക്കി വെക്കാം. സ്റ്റീപ്പ് ഈസ്റ്റേൺ എസ്കാർപ്മെന്റ്സ് ആണ്, ജെന്റിൽ വെസ്റ്റേൺ സ്ലോപ്പ് ആണ്, അതായത് അസിമെട്രിക്കൽ ഫോൾഡ് ആണ്. ഓക്കെ, ഈസ്റ്റേൺ സൈഡ് സ്റ്റീപ്പറും വെസ്റ്റേൺ സൈഡ് ജെന്റിലുമാണ്. കണ്ടെയ്ൻസ് ഗ്രാനൈറ്റ് ഡോംസ്. ഓക്കെ, ഇമ്പോർട്ടന്റ് റിവേഴ്സ് സാക്രമെന്റോ, സാൻ ജോക്കിൻ, നോട്ട് സോ സിഗ്നിഫിക്കൻറ്റ്. ഫോറസ്ട്രി, ടൂറിസം, ഹൈഡ്രോ ഇലക്ട്രിസിറ്റി ആണ് മേജർ പൊട്ടൻഷ്യൽ. ഓക്കെ, അപ്പോൾ ആ ബ്ലോക്ക് ആണോ ഫോൾഡ് ആണോ ഓർത്ത് വെച്ചേക്കുക, ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഇനി സൗത്ത് അമേരിക്കയിൽ വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം ചോദിച്ചതാണ് ആരെ പറ്റി, ആൻഡസിനെ പറ്റിയിട്ട്. ആൻഡസ് ഏതൊക്കെ രാജ്യങ്ങളിൽ കൂടെ പോകുന്നതാണ് ചോദിച്ചിട്ടുണ്ടായത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹിൽ റേഞ്ചസ് നോക്കിയാൽ ആൻഡസ് തന്നെയാണ് ഉള്ളത്. പിന്നെ വി ഹാവ് ഗയാന ഹൈലൻഡ്സ് ആൻഡ് ബ്രസീലിയൻ ഹൈലൻഡ്സ്. ഇത് പ്ലാറ്റ്യൂ മൗണ്ടൻ മിക്സ് ആയ റീജിയൻ ആണ് ഗയാനയും ബ്രസീലിയനും. അപ്പോൾ നമുക്ക് ആൻഡസിനെ പറ്റി നോക്കാം. ആൻഡസ് വി നോ ദാറ്റ് യങ് ഫോൾഡ് മൗണ്ടൻ ആണ്. ഇവിടെയുള്ള സൗത്ത് അമേരിക്കൻ പ്ലേറ്റും നാസ്ക പ്ലേറ്റും കൂടി കൺവേർജൻ റിസൾട്ട് ആയിട്ട് ഫോം ചെയ്താണ് എന്ത് ആൻഡസ് മൗണ്ടെയിൻസ്. ഏതൊക്കെ രാജ്യങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നു ചോദിച്ചതാണ് ഓൾറെഡി, എന്തായാലും പഠിച്ചു വെക്കാം. വെനിസ്വേല, കൊളംബിയ, ഇക്വഡോർ, പെറു, ബൊളീവിയ, ചിലി, അർജന്റീന. ബേസിക്കലി വെസ്റ്റേൺ ഭാഗമാണ്. ഇപ്പൊ കഴിഞ്ഞ കൊല്ലം ചോദിച്ചപ്പോൾ ബ്രസീലിനെ എലിമിനേറ്റ് ചെയ്യാനായിരുന്നു അവിടുത്തെ ലോജിക്കായി വന്നത്. ആൻഡ് ഇമ്പോർട്ടന്റ് പീക്സ് മൗണ്ട് അക്കൻകോഗ്വ ഒരു എക്സ്റ്റിങ്ക്ട് വോൾക്കാനോ ആണ്. ഒജോസ് ഡെൽ സലാദോ ആൻഡ് ഹുവാസ്കാരൻ. അക്കൻകോഗ്വ എന്ന് കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കാം. ഫീച്ചർ എങ്ങനെയാണ്? ഹൈ മൗണ്ടെയിൻ ചെയിൻസ് ആണ്, പ്ലാറ്റ്യൂസ് കാണാൻ പറ്റും, ഡീപ് വാലീസ് ഉണ്ട്, വോൾക്കാനിക് പീക്സും ഉണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ദി ലോങ്സ്റ്റ് കോണ്ടിനെന്റൽ മൗണ്ടെയിൻ റേഞ്ച്. ഏറ്റവും നീളം കൂടിയ മൗണ്ടെയിൻ റേഞ്ച് ഹിമാലയാസ് അല്ല, ദാറ്റ് ഈസ് ബേസിക്കലി ആൻഡസ് മൗണ്ടെയിൻസ്. റിവേഴ്സ് ഒറിനോക്കോ, മഗ്ദലേന പോലെയുള്ള റിവേഴ്സ് ആണ് മേജർലി വരുന്നത്. നമ്മുടെ ആമസോൺ റിവറിന്റെ മേജർ ട്രിബ്യൂട്ടറീസ് ഒക്കെ വരുന്നത് എങ്ങനെയാണ്? ഈ ഒരു ആൻഡസ് മൗണ്ടെയിൻസ് ഓർത്ത് വെച്ചേക്കുക. ആൻഡ് ആൻഡസ് മൗണ്ടെയിൻസ് എസ്പെഷ്യലി സതേൺ പാർട്ട് ഈസ് ഫേമസ് ഫോർ കോപ്പർ, സിൽവർ, ഗോൾഡ്. അതേപോലെ തന്നെ വി ഓൾസോ ഹാവ് ദി പൊട്ടൻഷ്യൽ ഫോർ ലിഥിയം ആസ് വെൽ. ലിഥിയം ട്രയാങ്കിൾ ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. എക്കണോമിക് പൊട്ടൻഷ്യൽ കൂടിയ സ്ഥലമാണ് എന്ത് ആൻഡസിന്റെ ഈ ഭാഗങ്ങൾ. ഇനി ബ്രസീലിയൻ ഹൈലൻഡ്സും നോക്കിക്കഴിഞ്ഞാൽ ഓൾഡ് ഫോൾഡ് മൗണ്ടെയിൻസ് ആണ്. പ്ലാറ്റു റീജിയൻ പോലെയാണ്. ബ്രസീലിലാണ് മേജർലി കിടക്കുന്നത്. പിക്കോ ദെ ബന്ദേറ ആണ് മേജർ പീക്ക്, നോട്ട് സോ ഇമ്പോർട്ടൻറ്റ്. റോളിംഗ് ഹിൽസ് ആണ് ആൻഡ് പ്ലാറ്റ്യൂസ് ആണ് കൂടുതൽ കാണുന്നത്. ആൻഡ് സോവ ഫ്രാൻസിസ്കോസ് ദി മേജർ റിവർ, നോട്ട് സോ ഇമ്പോർട്ടൻറ്റ്. അയൺ ആൻഡ് ഗോൾഡ് ആണ് അവിടുത്തെ മേജർ എക്കണോമിക് പൊട്ടൻഷ്യൽ. ഒരെണ്ണം കൂടി ഗയാന ഹൈലൻഡ്സ്. വെനിസ്വേല, ഗയാന, സുരിനാം, ബ്രസീൽ പോലുള്ള കൺട്രീസിൽ കിടക്കുന്നു. മൗണ്ട് റൊറേമയാണ് അവിടുത്തെ മേജർ പീക്ക്. റെസിഡ്യുവൽ മൗണ്ടെയിൻ ആണ്, ദാറ്റ് മീൻസ് ഇറോഷൻ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള റിലിക്ട് മൗണ്ടെയിൻ ആണ്. ഫ്ലാറ്റ് ടോപ്ഡ് മൗണ്ടെയിൻ ആണ്. ധാരാളം വാട്ടർഫോൾസ് ഒക്കെ ഉണ്ട്. ഇമ്പോർട്ടൻറ്റ് റിവേഴ്സ് കരോണി ആൻഡ് കൗറ. ഗോൾഡ്, ബോക്സൈറ്റ് ആൻഡ് ടൂറിസം ആണ് അവിടുത്തെ മേജർ പൊട്ടൻഷ്യൽ. അപ്പോൾ 3 മൗണ്ടെയിൻസ് എവിടെ? സൗത്ത് അമേരിക്കയിലെ ആൻഡസ്, ബ്രസീലിയൻ, ഗയാന. ഇനി ഇഫ് യു മൂവ് ടു ആഫ്രിക്കയിൽ വി ഹാവ് സെവറൽ മൗണ്ടെയിൻസ്. ഇമ്പോർട്ടൻ്റ് ആയ മൗണ്ടെയിൻസ് മാത്രം നോക്കാം. അതിൽ സിഗ്നിഫിക്കൻ്റ് ആയി വരുന്നത് യു ക്യാൻ സി അറ്റ്ലസ് മൗണ്ടെയിൻസ് ഉണ്ട് ഇവിടെ. അതേപോലെ തന്നെ യു ക്യാൻ സി ടിബസ്തി മൗണ്ടെയിൻസ് ഓവർ ഹിയർ, ഡ്രാക്കൻസ്ബർഗ് മൗണ്ടെയിൻസ് ഓവർ ഹിയർ, അഡമാവ മൗണ്ടെയിൻസ് ഓവർ ഹിയർ, എത്യോപ്യ ഹൈലൻഡ്സ് ഓവർ ഹിയർ, എത്യോപ്യൻ ഹൈലൻഡ്സ്. ഇതിൽ ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയി വരുന്നത് അറ്റ്ലസ് മൗണ്ടെയിൻ ആണ്. കാരണം അറ്റ്ലസ് മൗണ്ടെയിൻസ് ആഫ്രിക്കയിലുള്ള പോലെ തന്നെ അറ്റ്ലൈ മൗണ്ടെയിൻസ് ഏഷ്യയിലുണ്ട്. ഇത് പലർക്കും മാറിപ്പോവാറുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം, ഇവരെ പറ്റി ഡീറ്റെയിൽസ് നോക്കാം. അറ്റ്ലസ് മൗണ്ടെയിൻ നോക്കിക്കഴിഞ്ഞാൽ ഫോൾഡ് മൗണ്ടെയിൻസ് ആണ്. ഏതൊക്കെ രാജ്യങ്ങൾ കിടക്കുന്നു? മൊറോക്കോ, അൾജീരിയ, ടുണീഷ്യ രാജ്യങ്ങൾ ഓർത്ത് വെച്ചേക്കണേ. മൊറോക്കോ, അൾജീരിയ, ടുണീഷ്യ ആണ് അറ്റ്ലസ് മൗണ്ടെയിൻ റൺ ചെയ്യുന്നത്. ഇമ്പോർട്ടൻറ്റ് പീക്ക് മൗണ്ട് തൗഗൽ. ഓക്കെ, ഡീപ് വാലീസ് ഉള്ള പാസസ് ഉള്ള റഗ്ഡ് മൗണ്ടെയിൻസ് ആണ്. റിവേഴ്സ് മലയ, ഡ്രോവ, സെബോ, നോട്ട് സോ ഇമ്പോർട്ടൻറ്റ്. ഫോസ്ഫേറ്റ്, അയൺ, സിൽവർ, ലെഡ് പോലുള്ള മിനറൽസ് ആണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത്. ഓക്കെ, ഇത് ആക്ച്വലി ഫാക്ച്വൽ കണ്ടന്റ് ആയതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു പോകാനേ പറ്റുള്ളൂ. ജസ്റ്റ് ആ ബേസിക് കാര്യങ്ങളൊന്ന് ഓർത്ത് വയ്ക്കാൻ ശ്രമിക്കാം. ഇനി നമ്മൾ ഡ്രാക്കൻസ്ബർഗ് നോക്കിക്കഴിഞ്ഞാൽ സൗത്ത് ആഫ്രിക്കയുടെ ഭാഗത്താണ് കിടക്കുന്നത്. സൗത്ത് ആഫ്രിക്ക അല്ല, സോത്തോ പോലെ ഭാഗങ്ങളിലാണ് കിടക്കുന്നത്. ഫോൾഡ് ആണ്, വോൾക്കാനിക്കുമാണ് ഡ്രാക്കൻസ്ബർഗ്. ഓക്കെ, തബാന അതേപോലെ എൻലേന എന്ന് പറയുന്നതാണ് അവിടുത്തെ മേജർ പീക്ക്, നോട്ട് സോ ഇമ്പോർട്ടൻറ്റ്, ലീവ് ദാറ്റ്. ദെൻ സ്റ്റീപ്പ് എസ്കാർപ്മെന്റ്സ് ആണ്. ഓറഞ്ച് റിവർ, ഓക്കെ, ഓറഞ്ച് റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നത് ഈ പെർട്ടിക്കുലർ ഡ്രാക്കൻസ്ബർഗ് റേഞ്ചസ് ആണെന്ന് ഓർത്ത് വെച്ചേക്കാം. ഓറഞ്ച് റിവർ സിഗ്നിഫിക്കൻ്റ് ആണ്. അഗ്രികൾച്ചറും ടൂറിസമാണ് പൊട്ടൻഷ്യൽ. ദെൻ എത്യോപ്യൻ ഹൈലൻഡ്സ്, ഒബ്വിയസ്ലി എത്യോപ്യ, എറിട്രിയ പോലെ ഭാഗത്തായിട്ട് കിടക്കുന്നു. ലാർജ് പ്ലാറ്റ്യൂസ് ആണ്. വോൾക്കാനിക് മൗണ്ടെയിൻ ആണ് എത്യോപ്യൻ ഹൈലൻഡ്. ബ്ലൂ നൈൽ റിവർ ഒന്ന് ഓർത്ത് വെച്ചേക്കുന്നത്. ബ്ലൂ നൈൽ റിവറിന്റെ ഒറിജിൻ ആണ് എത്യോപ്യൻ ഹൈലൻഡ്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ലൈക്ക് ആ ഭാഗത്ത് നിന്ന് വെള്ളം ധാരാളം ആഡ് ആവുന്നുണ്ട്. അഗ്രികൾച്ചറും ഹൈഡ്രോ പവറുമാണ് മേജർ എക്കണോമിക് പൊട്ടൻഷ്യൽ. സിമിലർലി ടിബസ്തി മൗണ്ടെയിൻസ് അവിടെ കാണിച്ചിരുന്നല്ലോ. ടിബസ്തി മൗണ്ടെയിൻ യു ക്യാൻ സി ഓവർ ഹിയർ. ടിബസ്തി മൗണ്ടെയിൻ
തിബസ്തി മൗണ്ടൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാഡ്, ലിബിയ പോലുള്ള രാജ്യങ്ങളാണ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. എമി കൗസി നോട്ട് സോ ഇമ്പോർട്ടൻറ്റ്, വോൾക്കാനിക് മൗണ്ടൻ ആണെന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കുക. അപ്പൊ അറ്റ്ലസ് ഫോൾഡ് ആണ്, എത്യോപ്യനും തിബസ്തിയും വോൾക്കാനിക് ആണ്, ഡ്രാക്കൻസ്ബർഗ് ഫോൾഡ് ആണ്. ഓക്കെ, അറ്റ്ലീസ്റ്റ് ഇപ്പോൾ മാച്ച് ദ ഫോളോയിങ് 3 റോ ആയിട്ട് ചോദിക്കുമ്പോൾ ഫോൾഡ് ആണോ അല്ലേ എന്ന് പറഞ്ഞാൽ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യും. ഇനി യൂറോപ്പിലേക്ക് പോവാം. യൂറോപ്പിൽ യു ക്യാൻ സി ഇമ്പോർട്ടൻറ്റ് മൗണ്ടൻ റേഞ്ചസ് ലൈക്ക് ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയി നമുക്ക് അറിയാവുന്നവരാണ് ആൽപ്സ് ഉണ്ട്, ദെൻ വി ഓൾസോ ഹാവ് കാർപാർത്തിയൻ മൗണ്ടെയിൻസ്, ദെൻ സ്കാൻഡിനേവിയൻ മൗണ്ടെയിൻസ്, അതേപോലെ പൈറനീസ് പോലുള്ള മൗണ്ടെയിൻസ് കാണാൻ പറ്റും. ഉറൽ മൗണ്ടെയിൻസും ഉണ്ട്. ഉറൽ മൗണ്ടെയിൻസ് നമുക്ക് ഏഷ്യയിൽ പെടുത്തി നോക്കാം. ബേസിക്കലി ഏഷ്യ യൂറോപ്പ് ബൗണ്ടറിയിലാണ് ഉറൽ മൗണ്ടെയിൻസ് കിടക്കുന്നത്. അപ്പോൾ ആൽപ്സ് നോക്കിക്കഴിഞ്ഞാൽ യങ് ഫോൾഡ് ആണ്. ആ ഒരു ഭാഗത്ത് കിടക്കുന്ന ധാരാളം യൂറോപ്യൻ കൺട്രീസ് കൂടെ റൺ ചെയ്യുന്നതാണ്. ഏതൊക്കെയാണ്? ഫ്രാൻസ് ഉണ്ട്, സ്വിറ്റ്സർലൻഡ് ഉണ്ട്, ഇറ്റലി, ഓസ്ട്രിയ, ജർമ്മനി, സ്ലൊവേനിയ, ലിച്റ്റൻസ്റ്റൈൻ ആൻഡ് മൊണാക്കോ. രാജ്യങ്ങളുടെ പേര് ചോദിക്കാൻ കഴിഞ്ഞുവല്ല മാൻഡസ് ചോദിച്ച പോലെ. മേജർ പീക്സ് മൗണ്ട് ബ്ലാങ്കും അതേപോലെ മാറ്റർഹോണും രണ്ടെണ്ണം ഓർത്ത് വയ്ക്കേണ്ടത്. മൗണ്ട് ബ്ലാങ്ക് ആൻഡ് മാറ്റർഹോൺ. മൗണ്ട് ബ്ലാങ്ക് ബ്രാൻഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ദെൻ ഫീച്ചേഴ്സ് ഹൈ റങ്ക് പീക്സ് തന്നെയാണ്. ഡീപ് വാലി, ഗ്ലേഷ്യേറ്റഡ്, നോട്ട് സോ ഇമ്പോർട്ടൻറ്റ്. റിവേഴ്സ് നോക്കണേ, ഇമ്പോർട്ടൻ്റ് ആയ 2 യൂറോപ്പിലെ റിവർ, റൈൻ റിവർ ആൻഡ് ദനൂബെ റിവർ, അവർ ദേ ആർ ലാർജ്ലി ഫെഡ് ഫ്രം ആൽപ്സ് മൗണ്ടെയിൻസ്. ഹൈഡ്രോ ഇലക്ട്രിക് പൊട്ടൻഷ്യലാണ് മെയിൻലി വരുന്നത്. ദെൻ താഴെ വന്നു കഴിഞ്ഞാൽ കോക്കസസ് മൗണ്ടെയിൻ ഉണ്ട്. കോക്കസസ് മൗണ്ടെയിൻ ബേസിക്കലി അഗെയിൻ ഫോമിംഗ് ബൗണ്ടറി ബിറ്റ്വീൻ ഏഷ്യ ആൻഡ് യൂറോപ്പ്. ഫോൾഡ് മൗണ്ടെയിൻ ആണ്. ഏതൊക്കെ രാജ്യങ്ങളിലൂടെ പോകുന്നു? റഷ്യ, ജോർജിയ, അർമേനിയ, അസർബൈജാൻ. ഓക്കെ, മൗണ്ട് എൽബ്രസ് ആണ് ഇമ്പോർട്ടൻറ്റ് പീക്ക്, വൺ ഓഫ് ദി ലാർജസ്റ്റ് പീക്ക് ഇൻ ഹൈസ്റ്റ് പീക്ക് ഇൻ യൂറോപ്പ്. ഇവിടെ വി ക്യാൻ സീ ലോട്ട് ഓഫ് ഫ്യോർഡ്സ് ആൻഡ് ഗ്ലേഷ്യൽ വാലീസ്. ഫ്യോർഡ്സ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, UPSC മുമ്പ് മെയിൻസിന് ചോദിച്ചതാ അല്ലേ? മൗണ്ടെയിൻസിനടുത്ത് ഉണ്ടാവുന്ന ഒരു ഗ്ലേഷ്യൽ ഇറോഷണൽ ലാൻഡ് ഫോം ആണ്. സീയുടെ അടുത്ത് മൗണ്ടെയിൻസ് ഉണ്ടാകുമ്പോൾ ഗ്ലേഷ്യേഴ്സ് ഒഴുകി പോയിട്ട് സീ വാട്ടർ ഉള്ളിലേക്ക് ഒഴുകി ഉണ്ടാകുന്ന ലാൻഡ് ഫോം ആണ് ഫ്യോർഡ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻറ്റ് റിവർ ക്യൂബൻ, അതേപോലെ റിയോനി. അഗ്രികൾച്ചറും ടൂറിസവുമാണ് ഇവിടുത്തെ മേജർ എക്കണോമിക് ആക്ടിവിറ്റി. ദെൻ സ്കാൻഡിനാവിയൻ ഓൾഡ് ഫോൾഡ് മൗണ്ടെയിൻസ്, ഇതൊക്കെ ഫോൾഡ് മൗണ്ടെയിൻസ് ആണ്. നോർവേ, സ്വീഡൻ റീജിയൻ, നമ്മൾ സ്കാൻഡിനാവിയൻ കൺട്രീസ് എന്ന് പറയുന്നുണ്ടല്ലോ. ഇവിടുത്തെ ഇമ്പോർട്ടൻറ്റ് പീക്സ് ഗ്ലിറ്റർ ടിൻഡ് ആണ് ആൻഡ് പ്ലാറ്റ്യൂസും ഗോർജസും നടന്ന സ്ഥലം. ടാന, ടോർനെ, ഉമേ പോലെയുള്ള റിവേഴ്സ് ആണ് ഉത്തരേന്ത്യ. നോട്ട് സോ ഇമ്പോർട്ടൻറ്റ്. അയൺ, കോപ്പർ ആൻഡ് സിങ്ക് ആണ് ഇവിടുത്തെ മേജർ എക്കണോമിക് പൊട്ടൻഷ്യൽ. സിമിലർലി ബാൽക്കനും കൂടിയുണ്ട് ഫോൾഡ് മൗണ്ടെയിൻസ്. ബൾഗേരിയ, സെർബിയ പോലെ രാജ്യത്ത് എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നു. ബൊത്തേവ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പീക്ക് എന്ന് പറയുന്നത്. മോഡറേറ്റ് ഹൈറ്റുള്ള സ്ഥലമാണ്. ആൻഡ് ദനൂബേർ ട്രിബ്യൂട്ടറീസ്, ദനൂബ് റിവർ കേട്ടിട്ടുണ്ടാവും. ട്രിബ്യൂട്ടറീസ് ധാരാളം വരുന്ന സ്ഥലമാണ്. ഇവിടുന്ന് ഗോൾഡ്, സിൽവർ ആൻഡ് ഗ്രാഫൈറ്റ് ആണ് മേജർലി വരുന്നത്. അപ്പോൾ യൂറോപ്പിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മേജർലി എല്ലാം നമ്മൾ പഠിച്ചത് എന്താണ്? ഫോൾഡ് മൗണ്ടെയിൻസ് ആണ്. ദാറ്റ് വിൽ ബി ഓൾസോ ഹെൽപ്പിംഗ് യു ഫോർ എലിമിനേഷൻ. നെക്സ്റ്റ് വി വിൽ ഗോ ടു ഏഷ്യ. ഏഷ്യയിൽ നമുക്ക് ഇമ്പോർട്ടൻറ്റ് മൗണ്ടനേഴ്സ് നോക്കുകയാണെങ്കിൽ ഏറ്റവും ഫസ്റ്റ് ആയിട്ട് നമ്മൾ മനസ്സിൽ വരുന്ന ആളായിരിക്കും ഹിമാലയാസ് ആയിരിക്കും. അതേപോലെ തന്നെ യു ക്യാൻ സി കുൻലുൻ മൗണ്ടൻ റേഞ്ചസ്, അറ്റ്ലായ് റേഞ്ചസ്, ടെയിൻഷാൻ റേഞ്ചസ്, ഹിന്ദുക്കുഷ് റേഞ്ചസ്, എൽബേഴ്സ് നമ്മളവിടെ പറഞ്ഞാണ്. ഓക്കെ, സാഗ്രോസ് മൗണ്ടൻ റേഞ്ചസ്, അതേപോലെ നമുക്ക് ഉറലും കൂടി ഇവിടെ ചേർത്ത് പറയാം. ഓക്കെ, ജസ്റ്റ് ആ റേഞ്ചസിന്റെ പേരുകൾ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം, ലൊക്കേഷൻ ഒന്ന് ജസ്റ്റ് നോക്കി വെക്കാം. ഓക്കെ, സോ നോക്കിക്കഴിഞ്ഞാൽ ഹിമാലയാസ് നമുക്കറിയാം യങ് ഫോൾഡ് മൗണ്ടെയിൻസ് ആണ്. ഓൾമോസ്റ്റ് 50 മില്യൺ ഇയേഴ്സ് ഓൾഡ് ഏജേ വരുന്നുള്ളൂ. നമ്മുടെ ഇന്ത്യൻ പ്ലേറ്റും യൂറേഷ്യൻ പ്ലേറ്റും കൊളൈഡ് ചെയ്തിട്ടുണ്ടായത് നമുക്ക് അറിയായിരിക്കും. ഏതൊക്കെ രാജ്യങ്ങൾ കൂടിയാണ് ഹിമാലയാസ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്? ഹിമാലയസ് എക്സ്റ്റെൻഡ് ത്രൂ ഇന്ത്യ, നേപ്പാൾ, ചൈന, ഭൂട്ടാൻ ആൻഡ് പാകിസ്ഥാൻ. നമ്മുടെ ചുറ്റും കിടക്കുന്ന രാജ്യങ്ങൾ അറിയാലോ. ഇമ്പോർട്ടൻറ്റ് പീക്സ്, ഏറ്റവും സിഗ്നിഫിക്കൻറ്റ് പീക്ക് ഏതാണ്? ദാറ്റ് ഇസ് ദി മൗണ്ട് എവറസ്റ്റ്. ദാറ്റ് ഇസ് ഫോളോഡ് ബൈ കഞ്ചൻജംഗ, നന്ദാദേവി, അന്നപൂർണ, ധൗലഗിരി പോലുള്ള ഹിൽസ് നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ഹിമാലയാസ് ആർ ഓൾസോ അസിമെട്രിക് ഫോൾഡ്. ഹിമാലയാസിന്റെ സതേൺ സ്ലോപ്സ് ആർ സ്റ്റീപ്പർ ദാൻ നതേൺ സ്ലോപ്പ് എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കുക. മേജർ റിവേഴ്സ് ഫ്ലോയിങ് ഗംഗ, യമുന, ബ്രഹ്മപുത്ര, ഇൻഡസ് പോലുള്ള റിവേഴ്സ് ആണ് കൊടുക്കുന്നത്. വി ഹാവ് ഹ്യൂജ് പൊട്ടൻഷ്യൽ ഫോർ ഇലക്ട്രിസിറ്റി, കോൾ, ടൂറിസം, സെഡിമെന്ററി ഡെപ്പോസിറ്റ്സ് എക്സെട്ര. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഹിന്ദുക്കുഷ് മൗണ്ടനേഴ്സ് കാണാം. ഈ ഹിമാലയാസിന്റെ വെസ്റ്റേൺ ഭാഗത്ത് കാണുന്നതാണ്. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാനിലായിട്ട് കിടക്കുന്നു. ഇമ്പോർട്ടൻറ്റ് പീക്സ് തിരിച്ച്മിർ, നൊഷാക്ക് പോലുള്ള പീക്സ് ആണ്. ലൈക്ക് നമ്മൾ ഹിന്ദുക്കുഷ് നോക്കുകയാണെങ്കിലും ഹിന്ദുക്കുഷും റഗ്ഡ് മൗണ്ടെയിൻസ് ആണ് വിത്ത് ഡീപ് വാലീസ് ആൻഡ് ചെറിയ ചെറിയ പാസസ്. ഇമ്പോർട്ടൻറ്റ് റിവേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ കൂബൻ, റിയോനി ആൻഡ് ഇംഗുരി. ഓക്കെ, ആൻഡ് ഇഫ് യു ലുക്ക് അറ്റ് ദി എക്കണോമിക് പൊട്ടൻഷ്യൽ, ഗോൾഡ്, സിൽവർ, അയൺ, ലൈക്ക് ഇതൊക്കെ ചെറിയ തോതിലുള്ള മിനറൽസ് കാണാൻ പറ്റും. Then Tianshan is again a fold mountain. Tianshan means heavenly mountains ആണ് അർത്ഥം. heavenly mountains പറഞ്ഞാൽ അവിടെ ധാരാളം ഈ പറയുന്ന പോലെ സിഗ്നിഫിക്കൻ്റ് ആയ ഗ്ലേഷ്യർ റിച്ച് ആയ സ്വർഗ്ഗതുല്യമായ സ്ഥലമായതുകൊണ്ടായിരിക്കണം. ഏതൊക്കെ രാജ്യങ്ങളിലാണ് നമ്മുടെ ടിയാൻഷാൻ കിടക്കുന്നത്? ചൈന, കിർഗിസ്ഥാൻ, കസാക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ. ഓൾമോസ്റ്റ് ആ സെൻട്രൽ ഏഷ്യ ഭാഗത്തേക്ക് പോകണം. ഓക്കെ, ദാറ്റ് ഈസ് ദി കൺട്രീസ് ത്രൂ ഇസ് ദേ ആർ ലൈങ് ത്രൂ. ജംഗിഷ് ചോഗുസു, വിക്ടറി പീക്ക് എന്ന് പറഞ്ഞ പീക്കാണ് ഹൈയസ്റ്റ് പീക്ക്, നോട്ട് സോ ഇമ്പോർട്ടൻറ്റ്. ആൻഡ് സിർ ദാരിയ ഇസ് ദി ഇമ്പോർട്ടൻറ്റ് റിവർ ആൻഡ് എ ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഫോർ പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ്.
അതേപോലെ തന്നെ വരുന്നതാണ് അറ്റ്ലൈ മൗണ്ടെയിൻസ്, കുറച്ചുകൂടി മുകളിലേക്ക് പോയിട്ട് റഷ്യ, മൊങ്കോളിയ, ചൈന, കസാക്കിസ്ഥാനിൽ കിടക്കുന്നു. ഇമ്പോർട്ടൻറ്റ് പീക്കായി വരുന്ന ബലൂക്ക മൗണ്ടെയിൻസ് ആണ്. ധാരാളം ഗ്ലേഷ്യസ് നടക്കുന്ന ഭാഗമാണ്. യു ക്യാൻ സി ദ നെയിം ഓഫ് റിവേഴ്സ് ഇർട്ടിഷ്, ഓബ് ആൻഡ് യെൻസെ. നോട്ട് സോ ഇമ്പോർട്ടൻറ്റ്. ഞാൻ ആ കോളത്തിൽ ജസ്റ്റ് ഇങ്ങനെ കൊടുത്തിട്ടുന്നുള്ളൂ. അതൊന്നും അങ്ങനെ കാര്യമായിട്ട് ലാസ്റ്റ് നിമിഷം പഠിക്കാൻ നിൽക്കണ്ട. ജസ്റ്റ് ആ മൗണ്ടെയിൻ എവിടെയാണ്, അത് ഫോൾഡ് ആണോ ബ്ലോക്ക് ആണോ, ഏത് രാജ്യത്താണ് കിടക്കുന്ന കാര്യങ്ങൾ മിനിമം പഠിച്ചു വെക്കാം. ഗോൾഡ്, കോപ്പർ ആൻഡ് സിങ്ക് ആണ് മേജർലി അവിടെ നിന്നുള്ള റിസോഴ്സ് പൊട്ടൻഷ്യൽ. Then Zagros, Iran, Iraq ഭാഗത്ത് ഇറങ്ങുന്ന Zagros mountains, Saad Ku Dena important peaks, not so important. Folded structure with fertile valleys and oil and natural gas potential. അതേപോലെ തന്നെ വരുന്ന ഉറാൽ മൗണ്ടെയിൻസ് നമുക്കറിയാം. ഏഷ്യ യൂറോപ്പിന്റെ ബൗണ്ടറിയാണ് ഉറാൽ മൗണ്ടെയിൻസ്. റഷ്യ ആൻഡ് കസാക്കിസ്ഥാന്റെ ഭാഗത്തായിട്ട്, റഷ്യ എന്ന് കസാക്കിസ്ഥാൻ മേജർലി റഷ്യയിലാണ്. നർദോന എന്ന് പറയുന്നതാണ് ഇമ്പോർട്ടൻറ്റ് പീക്ക്. ഹൈറ്റ് കുറവാണ്. ഓൾഡ് ഫോൾഡ് മൗണ്ട്, വെരി ഓൾഡ് ഫോൾഡ് മൗണ്ടെയിൻ. അപ്പോൾ അതുകൊണ്ട് ഇറോഷൻ എന്ന് പറയുന്നത് ഹൈറ്റ് കുറവായിരിക്കും. ഉറാൽ, പെച്ചോറ, ഓബ് പോലെ റിവേഴ്സ് അവിടെ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നുണ്ട്. അയൺ, നിക്കൽ, ബോക്സൈറ്റ് ഒക്കെ സിഗ്നിഫിക്കൻ്റ് ആണ്. ഓക്കെ, ഒരെണ്ണം കൂടി നോക്കാം. ഓസ്ട്രേലിയ ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയി കാണുന്ന മൗണ്ടൻ റേഞ്ച് ആണ് ദ ഗ്രേറ്റ് ഡിവൈഡിംഗ് റേഞ്ച്. ഓസ്ട്രേലിയ ഈസ്റ്റേൺ ഭാഗത്തായി കാണുന്ന ഗ്രേറ്റ് ഡിവൈഡിംഗ് റേഞ്ച് നോക്കുകയാണെങ്കിൽ ക്യൂൻസ്ലാൻഡ്, വിക്ടോറിയ എന്ന് പറയുന്ന ഓസ്ട്രേലിയൻ 2 പ്രൊവിൻസിലാണ് എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നത്. മൗണ്ട് കോസിസ്കോ എന്ന് പറയുന്നതാണ് അവിടുത്തെ ഇമ്പോർട്ടൻറ്റ് പീക്ക്. ധാരാളം പ്ലാറ്റ്യൂസും എസ്കാർപ്മെന്റ്സും നിറഞ്ഞ ഭാഗമാണ്. അഗെയിൻ അണ്ടർഗോയിങ് ഇയേഴ്സ് ഓഫ് ഇറോഷൻ. ദാറ്റ് ഈസ് യങ് ഫോൾഡ് ആൻഡ് റിവേഴ്സ് ബ്രിസ്ബെയിൻ റിവർ, ഹണ്ടർ റിവർ പോലെ റിവേഴ്സ് ഒറിജിനേറ്റ് ചെയ്യുന്നു. അഗ്രികൾച്ചർ, ഹൈഡ്രോ ഇലക്ട്രിസിറ്റി, അയൺ ഓർ. ഓക്കെ, ഞാൻ ഒരുപാട് ഡീറ്റെയിൽസ് ഇതിലെല്ലാം മൗണ്ടൈനെ പറ്റി കൊടുത്തിട്ടുണ്ട്. ബട്ട് നിങ്ങൾ ബേസിക്കലി ഫോക്കസ് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതൊക്കെയാണ്, എന്താണ് മൗണ്ടൈൻ റേഞ്ച്, എവിടെയാണത്, അതിന്റെ പേര്, അത് യങ് ഫോൾഡ് ആണോ, ബ്ലോക്ക് ആണോ, എന്ത് ടൈപ്പ് ഓഫ് മൗണ്ടൈൻസ് ആണ്, ഏതൊക്കെ രാജ്യങ്ങളിൽ അത് എക്സ്റ്റെൻഡ് ചെയ്യുന്നു, അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയ റിവേഴ്സ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയ മറ്റു പീക്സ് ആ മൗണ്ടൈൻ റേഞ്ച് ആണെങ്കിൽ അതുകൂടി നോക്കി വെക്കാം. ഓക്കെ, അപ്പോൾ ഈ മൗണ്ടൈൻ റേഞ്ച് ഞാൻ പറഞ്ഞത് ഒരിക്കലും മറക്കരുത്. കാരണം വി ക്യാൻ എക്സ്പെക്ട് 1 ക്വസ്റ്റ്യൻ, ആ ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടാനുള്ളതാണ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു എവരിവൺ.